വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ചില മലയാളി വികൃതമായി പലരെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് എന്തായാലും കാലം അത് തെളിയിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നു. അന്ന് പിന്നെ സജിനയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവള് കുറച്ചൊരു ബട്ടർഫ്ലൈയെ പോലെ അവൾക്ക് ഇങ്ങനെ പറന്നു നടക്കാൻ ഭയങ്കര ഇഷ്ടമായി. ബിഗ് ബോസ് താരമായിരുന്ന സജിന വിവാഹിതയാകാൻ പോകുന്നെന്നുള്ള വാർത്തയാണല്ലോ ഇപ്പൊ പല ഓൺലൈൻ മീഡിയയിലെയും വാർത്ത എന്ന് പറയുന്നത്. അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ മാത്രമുണ്ടോ? അതിലൊക്കെ ഇപ്പൊ എന്താണ് ഇപ്പൊ ചർച്ച ചെയ്യാനിരിക്കുന്നത്? സജിന എന്ന് പറയുന്നത് ഓൾറെഡി ഡിവേഴ്സ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവര് പുതിയ ആൾക്കാർ വിവാഹം കഴിക്കും കഴിക്കാതിരിക്കും, ഇതൊക്കെ ചർച്ച ചെയ്യാൻ മാത്രം എന്താണുള്ളത് എന്നുള്ളതായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് അല്ലേ? സംഭവം ഇருக்கு മക്കളെ. ഞാൻ ചുമ്മാ ഒരു വാർത്ത കുത്തിപ്പൊക്കി കൊണ്ടുവരില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ നിങ്ങൾക്ക് മുന്നിലുള്ള സംഭവം കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇരിക്കും അല്ലേ? അത്രേ ഉള്ളതും. അത് നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കും. എനിവേ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ 3 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ പറഞ്ഞ സജിനയും സജിനയുടെ മുൻ ഭർത്താവായിട്ടുള്ള ഫിറോസും. രണ്ടുപേരും കപ്പിൾസ് ആയിട്ടാണ് അന്ന് ബിഗ് ബോസിൽ കയറിയിട്ടുണ്ടായിരുന്നത് അല്ലെ? അന്നത്തെ സീസണിൽ ഇവർ രണ്ടുപേരും അത്യാവശ്യം പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും പിക്ചർ ഏകദേശം മലയാളികളുടെ മനസ്സിൽ അന്നത്തെ ബിഗ് ബോസിന് ശേഷം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് 2023 ഡിസംബർ ഒക്കെ ആയ സമയത്ത് ഞാനും ഫിറോസ്കയും തമ്മിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സജിന രംഗപ്രവേശനം ചെയ്യുന്നത്. സത്യം പറയാല അന്ന് ആദ്യമായി അങ്ങനെ ഒരു വാർത്ത കേട്ട സമയത്ത് ലിറ്ററലി ഞാൻ ഷോക്കിംഗ് ആയി പോയി എന്നുള്ളതാണ്. കാരണം നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഈ പറഞ്ഞ സജിനയും ഫിറോസും തമ്മിൽ പിരിയുമെന്നുള്ളത്. അത്രയും അടിയും ചക്കരയുമായി നിന്ന ആൾക്കാരായിരുന്നു ഇവർ രണ്ടുപേരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സജിനയും ഫിറോസും തമ്മിൽ പിരിഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോൾ ആരായിരുന്നു ഞെട്ടിപ്പോവും അല്ലേ? അത്തരത്തിലൊരു ഞെട്ടിൽ എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് വെറൈറ്റി മീഡിയയിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ വെച്ചിട്ടാണ് സജിന ഈ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നത്. ഞാൻ ഫിറോസ്കോയുമായി പിരിഞ്ഞു എന്നുള്ള അനൗൺസ്മെന്റ് നമ്മൾ അന്ന് അതെടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും സജിന അന്ന് വെറൈറ്റി മീഡിയയിൽ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം ഫിറോസും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ 2-3 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഫിറോസും പല കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ പറയുന്ന സജിന ആണെങ്കിലും ഫിറോസ് ആണെങ്കിലും ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ പരസ്പരം ഇവർ രണ്ടുപേരും കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല എന്നുള്ളതാണ്. സജിന ഫിറോസിനെ ആണെങ്കിലും ഫിറോസ് സജിനയാണെങ്കിലും കുറ്റപ്പെടുത്തി എന്ന് സംസാരിച്ചിട്ടില്ലായിരുന്നു. രണ്ടുപേരെയും കുറിച്ച് പോസിറ്റീവായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. അന്ന് ഇവർ പിരിയുന്ന സമയത്ത് ഇവർക്ക് 2 മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 10 വർഷത്തെ ദാമ്പത്യമാണ് ഇവർ ഒറ്റയടിക്ക് അവസാനിപ്പിച്ചത്. അപ്പൊ ആ കുട്ടികളെ എന്ത് ചെയ്യുന്നുള്ള ഒരു കൺസേൺ ആ സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനുള്ള മറുപടി അന്ന് സജിന വെറൈറ്റി മീഡിയക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അന്ന് കണ്ടുനോക്കാം. അപ്പൊ ഞാൻ ഇക്കാനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇക്ക കാണിക്കുന്നത് നമ്മൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ ഡൈവോഴ്സിൽ എത്തി നിന്നെങ്കിലും അവർ തമ്മിൽ സംസാരങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും രാവിലെ തന്നെ എൻ്റെ മെസ്സേജ് ഇരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരം കോൺടാക്ട് ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ ഭർത്താവല്ല, നല്ലൊരു ഉമ്മായും പാപ്പായുമാണ് ഞങ്ങൾ. എത്ര മക്കളുണ്ട് സജിന? 2 പേര്. അവരിപ്പോ എന്ത് ചെയ്യുന്നു? എൻ്റെ ഉമ്മാന്റെ കൂടെയാണ്. ഉമ്മാന്റെ കൂടെ. അവർക്ക് വിഷമമില്ല സജിനെ? അവർക്ക് അറിയത്തില്ലല്ലോ, അവർക്ക് അറിയാത്ത പ്രായമല്ലല്ലോ. അവർക്കുള്ള സ്പേസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്ത് ചോദിക്കുമ്പോൾ എന്ത് പറയും? ഷൂട്ടിന് പോയെന്ന് അവന് കിട്ടുന്നുണ്ട്, അവന് പപ്പായ കിട്ടുന്നുണ്ട്, പിന്നെ എന്നെ കിട്ടുന്ന സമയത്ത് എന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ അന്ന് കണ്ട സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നിച്ചൂടെ എന്നുള്ളതായിരുന്നു. ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയ സമയത്ത് ആ ഒരു കൺസേൺ പലരും അറിയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി രണ്ടാൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്നുള്ള രീതി. പക്ഷെ ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താണെന്നല്ലേ, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം നീലക്കൂൽ എന്റർടൈൻമെന്റ്സിൽ 2 ദിവസം മുമ്പേ വന്നൊരു പോസ്റ്റർ ഒന്ന് വായിച്ചു നോക്കാം. റസൂൽ പൂക്കുട്ടിയും സജിനയും 4 വർഷമായ പ്രണയത്തിൽ, വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് സൂചനകൾ. ഓക്കെ, ഇതാണ് ലേറ്റസ്റ്റ് ആയി നീലക്കൂലിൽ വന്ന പോസ്റ്റർ എന്ന് പറയുന്നത്. എന്തായാലും ഈ പോസ്റ്റർ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി സജിനന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയ സമയത്ത് ഇതാ കിടക്കുന്നു റസൂൽ പൂക്കുട്ടിയും മൊത്തമുള്ള ഒരു ഫോട്ടോ സജിനന്റെ. ഞാൻ അത് സൈഡിൽ കൊടുക്കാം. അപ്പൊ ഏകദേശം കൺഫേം ആണ് ഇവർ രണ്ടുപേരും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ളത്. പക്ഷെ കണക്കുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഒന്നും കൂടെ റെഡി ആവാത്ത പോലെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന സജിനയും ഫിറോസും തമ്മിൽ പിരിഞ്ഞത് 2023 ഡിസംബറിലാണ് എന്നുള്ളത്. ഇന്നിപ്പോ ഏതാണ് ഡേറ്റ്? 2026 ഏപ്രിൽ. ഈ സമയത്താണ് സജിന റസൂൽ പൂക്കുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇവർ രണ്ടുപേരും 4 വർഷത്തോളമായി പ്രണയത്തിലാണെന്നും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി, ഫിറോസുമായി 2023 ഡിസംബറിൽ പിരിഞ്ഞതെങ്കിൽ 2026 ഏപ്രിൽ ആവുന്ന സമയത്ത് അവർ പിരിഞ്ഞിട്ട് ഏകദേശം 2 വർഷവും 4 മാസവും ആയി കഴിഞ്ഞു അല്ലേ? പക്ഷേ ഈ പറഞ്ഞ സജിന തന്നെ 4 വർഷമായി ഫിറോസ് പൂക്കുട്ടിയുമായി പ്രണയത്തിലാണെന്നും പറയുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഫിറോസുമായി പിരിയുന്നതിന് 1.5 വർഷം മുമ്പേ തന്നെ സജിന റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള പ്രണയം സ്റ്റാർട്ട് ചെയ്തു എന്നല്ല മനസ്സിലാക്കാൻ. അതിനർത്ഥം ഇതൊരു അവിഹിത ബന്ധത്തിൽ നിന്നും ഉടലെടുത്ത് പ്രണയം അല്ലേ എന്നുള്ള ഒരു ഡൗട്ട് ഇല്ലാതില്ല. ഉള്ളത് പറയാലോ, ഫസ്റ്റ് നീലക്കൂലിൽ ഈ പോസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് നല്ലോണം ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് കണക്ക് റെഡി ആവാന്നുള്ളത്.
പിന്നെ എന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്റെ മനസ്സിലൊരു ഡൗട്ട് കൂടിക്കഴിഞ്ഞാണെങ്കിൽ അത് ഞാൻ ക്ലിയർ ചെയ്യാണ്ട് കിടന്നുറങ്ങൂല. അതെന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അറിയാം. അങ്ങനെ ഞാൻ എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തേടി പോയത് മറ്റെവിടേക്കുമല്ല, ഫിറോസ് ഖാന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കാണ്. അങ്ങനെ ഞാൻ പുള്ളിക്കാരന്റെ വീഡിയോകളൊക്കെ ഇരുന്ന് തപ്പി നോക്കിയ സമയത്ത് ഇതാ കാണുന്നു, കഴിഞ്ഞ ഫെബ്രുവരി 7 പുള്ളിക്കാരൻ ചെയ്തൊരു വീഡിയോ. അന്ന് എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. എന്തായാലും അന്ന് എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ ഫിറോസ് ഖാൻ ചെയ്തൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. എപ്സ്റ്റീൻ ഫയൽ, അതിന്റെ ഞെട്ടലിലാണ് പലരും. ആരാധിച്ചിരുന്ന പല ബിംബങ്ങളും ഉടഞ്ഞ് തരിപ്പണമായിരിക്കും. പക്ഷെ എനിക്ക് വലിയ ഞെട്ടലോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇതുപോലൊരു ഫയൽ ഒരിക്കൽ തുറക്കപ്പെടും. നിങ്ങൾ ആരാധിക്കുന്ന പലരും അന്ന് ഉടഞ്ഞ് തരിപ്പണമാവും. അതിൽ ചില വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ചില മലയാളി. ഓക്കെ, വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ അവാർഡ്, അത് ഏത് അവാർഡാണാവോ? ഓസ്കാർ അവാർഡ് തന്നെ അല്ലേ? ഈ ഓസ്കാർ അവാർഡ് വാങ്ങിയ ഏക മലയാളി ആരാണ്? റസൂൽ പൂക്കുട്ടി. കറക്റ്റ് ആയോ നിങ്ങൾക്ക്? അതാണ്. ബാക്കി ഉണ്ടോക്കെ എന്തായാലും അവരൊക്കെ ഇതിലും ഈ ഫയൽ നമ്മൾ കണ്ടതിലും വികൃതമായി പലരെയും യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് എന്തായാലും കാലം അത് തെളിയിച്ചിട്ടേ പോകും. അന്ന് ഈ ഇപ്പം കണ്ട ഈ ഞെട്ടലിനേക്കാളും അതീവ ഞെട്ടലായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്നത്. നിങ്ങൾ ഇന്ന് ആരാധിക്കുന്ന പല ബിംബങ്ങളും ഡെഫിനറ്റ്ലി ഉടഞ്ഞു തരിപ്പണമാവും. ഇപ്പോൾ എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ വെറും കളിയായിട്ടായിരിക്കും തോന്നുന്നത്. തീർച്ചയായും. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങളിങ്ങനെ ആരാധിച്ച് വലിയ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന പല ബിംബങ്ങളും വൈറ്റ് ആൻഡ് സീ. എന്തായാലും ഫിറോസ്ക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ആ ബിംബം വീണൊടഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം നിങ്ങൾക്ക് ഏറെക്കുറെ പിടുത്തം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ കോമഡി അതൊന്നുമല്ല മക്കളെ. ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് ഒരു പ്രമുഖ വ്യക്തിയുടെ കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. ഞാൻ അതൊന്ന് വായിച്ചുതരാം. ഐ നെയിം ഇറ്റ് ആസ് കുട്ടി ഫയൽസ്. അമ്പടെ സീക്രട്ട് കുട്ട, കള്ള കൃഷ്ണ കുട്ട. അപ്പൊ നിനക്കിതൊക്കെ അറിയാമായിരുന്നു അല്ലേ? എന്നിട്ടായിരുന്നു ഇന്ന് ഇത്രയും കാര്യം ഇതിനെ കുറിച്ച് സംസാരിക്കാതിരുന്നത്. ഐ നെയിം ഇറ്റ് ആസ് കുട്ടി ഫയൽസ് എന്നൊക്കെ. എന്നാലും നീ എങ്ങനെ ഇത് ഇത്ര നേരത്തെ അറിഞ്ഞു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നന്നായിട്ടുണ്ട് മോനെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ഏറെക്കുറെ ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞില്ല കേട്ടോ. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന IFFKയുടെ ചെയർപേഴ്സൺ ആയിട്ട് റസൂൽ പൂക്കുട്ടിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് IFFKയുടെ ഒരു വേദിയിൽ പോയി ഫിറോസ് ഖാന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഫിറോസ് ഖാൻ തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അന്ന് കണ്ടുനോക്കാം. വളരെ മോശമല്ല. അതെന്താ വളരെ മോശം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ചെയർമാൻ എന്നുള്ള ഒരു പൊട്ടനെ പിടിച്ചിരിക്കുകയാണ്. മനസ്സിലായി? അദ്ദേഹം ഇന്ന് വരെ ഇവിടെ വന്നില്ല. അതായത് ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കം മുതൽ വലിയ ഞാനൊക്കെ ഇതിപ്പോ 30-ാമത്തെ ആണെങ്കിൽ ഞാൻ 25 വർഷം ഇവിടെ വന്നിട്ടുള്ള ആളാണ്. നമ്മളത് അത്രയും വലിയ കാര്യമായിട്ട് കാണുന്ന ഒരു സംഭവം, റെപ്യൂട്ടഡായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ചെയർമാൻ എന്ന് പറഞ്ഞ ഒരു പൊട്ടന് ഏതോ ഒരു ലക്കിനങ്ങാണ്ട് ഒരു ഓസ്കാർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പൊട്ടക്കണ ലോട്ടറി അടിക്കുന്നത് അവനെ പിടിച്ച് ചെയർമാനാക്കി തിരിച്ചെത്തി. ഇവിടെ എന്നാ വന്നത്? വെറുതെ വേറെ വർക്കുകളുള്ളവർ അതിന് വിടുക. ഒരുപാട് കഴിവുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. അവരെ പിടിച്ച് മെയിൻ സ്ഥാനങ്ങളിൽ ഇരുത്തുക. ഇത് അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്ത് ഇവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് അയാൾക്ക് വേറെ വർക്കുണ്ടായിരുന്നു. ആ പൊട്ടനെ കാണാൻ ഇവിടെ വന്നത് കണ്ടായിരുന്നു. ഞാൻ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ റസൂൽ പൂക്കുട്ടിനെ പൊട്ടനെന്നൊക്കെയാണ് ഫിറോസ് വിശേഷിപ്പിക്കുന്നത് അല്ലേ? എന്തോ റസൂൽ പൂക്കുട്ടിയോട് നല്ല ദേഷ്യമുള്ള പോലെയാണ് ഫിറോസിന്റെ സംസാരം. ആ സംസാരം കേട്ടാലേ അറിയാം എന്തോ മുൻവാരേക്കുള്ള പോലെയാണ് മൂപ്പര് സംസാരിക്കുന്നത്. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടോ. റസൂൽ പൂക്കുട്ടിയുടെ അടുത്ത് പോയി ഈ പറഞ്ഞ ഫിറോസ് സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് കണ്ടുനോക്കാം. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥ. ഇനി പിക്ചർ भी बाकी है भाई. ഓക്കെ, കണ്ടല്ലോ. ഫിറോസ് ഖാൻ IFFKയുടെ വേദിയിലേക്ക് കയറി ചെല്ലുന്നു, റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ പിടിക്കുന്നു, മാറ്റിയിരുത്തി എന്തോ സംസാരിക്കുന്നു. ഇതൊക്കെ പുറത്തു വിട്ടത് ഇവിടുത്തെ ആപ്പ് ഏതെങ്കിലും ഓൺലൈൻ മീഡിയക്കാരല്ലേ കേട്ടോ. ഫിറോസ് തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പുറത്തു വിട്ട വീഡിയോ ആണിത്. ഇതിനും BGM കുത്തിക്കയറ്റിയത് മൂപ്പരനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനായിട്ട് അത് പറയുന്നില്ല. എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് ഞാൻ എന്താക്കിയെന്ന് അറിയോ? ഈ സജന ഫിറോസ് ദമ്പതിമാർ പിരിഞ്ഞ സമയത്തുള്ള ഫിറോസ് ഖാൻ ഒരു ഇന്റർവ്യൂ ഇരുന്ന് കണ്ട്. അങ്ങനെ കണ്ട സമയത്ത് നിങ്ങളോട് പറയാനാണെങ്കിൽ മുട്ടും കോമഡി ആയിരുന്നു മക്കളെ. ഞാൻ ചിരിച്ചൊരു വൈക്കായി പോയി. ഫിറോസ് ഇത്രയും നല്ലൊരു കൊമേഡിയൻ ആണെന്നുള്ള സത്യം ഞാൻ ശരിക്കും ഇന്നലെയാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ ഫിറോസിന്റെ അന്നത്തെ ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. പിന്നെ സജിനയെ സംബന്ധിച്ച് അവള് കുറച്ചുകൂടി ഒരു എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആളൊരു കുട്ടിത്തുള്ള കുട്ടിയിൽ കുറച്ചൊരു ബട്ടർഫ്ലൈയെ പോലെ അവൾക്ക് ഇങ്ങനെ പറന്ന് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ആ സ്പേസ് ഒരു പക്ഷേ എന്റെ കുറവായിരിക്കും. എനിക്ക് പരിമിതി ഉണ്ടാകും. ആ സ്പേസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവൾക്ക് പറന്ന് നടക്കാനുള്ള അവൾക്കൊരു പക്ഷേ എല്ലാ നല്ല പൂക്കള് ഈ ലോകം മൊത്തം പറക്കണമെന്നുള്ള ആഗ്രഹമായിരിക്കും. അതൊരു തെറ്റല്ല.
അതൊരു തെറ്റല്ല. ഒരു ബട്ടർഫ്ലൈയെ പോലെ പറന്നു നടക്കുന്നത് ഒരു പക്ഷേ തെറ്റല്ല. ഹേയ്, എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല. എന്തായാലും ഫിറോസ്ക അവൻ ചൊല്ലിയത് അപ്പം പുരിയില്ലേ, പക്ഷെ ഇപ്പൊ പുരിയത്. ബട്ടർഫ്ലൈ പറന്ന് നടന്ന് തേന്നുകരുക നല്ല ബെസ്റ്റ് ഉപമ തന്നെ കേട്ടോ. ഇതിനും മികച്ച ഉപമ സ്വപ്നങ്ങളിൽ മാത്രം. നിങ്ങൾ ഇത്രയും അടിപൊളിയായിട്ട് ഉപമിക്കുന്ന ഒരാളാണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ സത്യം മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി ഫിറോസ്ക, ഒരുപാട് വൈകിപ്പോയി. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. പക്ഷെ എനിക്ക് ആ സ്പേസ് കൊടുക്കാൻ ഒരു പക്ഷേ എനിക്ക് കഴിയില്ലായിരിക്കും. മനസ്സിലായി. എനിക്ക് ഞാൻ ചില വിചാരിക്കണം ഇവിടെ ഈ ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കുറെ ഡേഞ്ചറാണ്, അവിടെ പരുന്ത് ഒന്ന് കുത്തിക്കൊണ്ടുപോകും. അതെ, അവസാനം സജന എന്ന് പറയുന്ന ആ പൂമ്പാറ്റയെ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന പരുന്ത് കുത്തിക്കൊണ്ടുപോയി. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. അത് ഒരുപക്ഷെ എന്റെ കുറവായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആ പറത്തി വിടാൻ അങ്ങനെ പറ്റില്ലായിരിക്കും ഒരു പരിധിയിൽ കൂടുതൽ. കാരണം ഒരു പരിധിവരെ ഞാൻ അതിനുള്ള ഫ്രീഡവും കാര്യങ്ങളും ഒക്കെ കൊടുത്തത്. അപ്പോൾ അങ്ങനെ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാകുമ്പോഴത്തേക്ക് അയാളെ ചിറക് വെട്ടിയിടുന്നത് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആ സ്പേസ് എടുക്കാനുള്ള സ്പേസ് കൊടുക്കേ നമുക്ക് നിവൃത്തിയുള്ളൂ. മനസ്സിലായി. അപ്പൊ സ്നേഹത്തോടെ തന്നെ. എന്നാലും നമ്മൾ ആ പറന്നു പോകുമ്പോൾ അവിടെ നമുക്ക് പിന്നെ ആ കൂടെ പറക്കാൻ പറ്റില്ല. ആ കൂടെ പറക്കാൻ പറ്റാതെ നമുക്കത് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ ചില സാഹചര്യങ്ങൾ. അതെ, അവസാനം നോക്കിയിരിക്കേണ്ടി വന്നു. ലാസ്റ്റ് എന്ത് സംഭവിച്ചു? ആ ബട്ടർഫ്ലൈനെ വേറെ പരുന്തങ്ങ് റാഞ്ചി കൊണ്ടുപോയി. ഇപ്പൊ അത് ആ പരുന്നും ബട്ടർഫ്ലൈയും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോകുന്നു. ഇനിയിപ്പോ അതൊക്കെ കണ്ട് നോക്കിയിരിക്കാനേ ഫിറോസ്കക്ക് നിവൃത്തിയുള്ളൂ. സാരില്ലേ, പോട്ടെ, ബാക്കി കണ്ടോക്കെ എന്തായാലും. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മള് എല്ലായിടത്തും വിജയിക്കുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലായിടത്തും നമ്മൾ വിജയിക്കുന്നതിലും നല്ലത് ചിലയിടത്തൊക്കെ നമ്മൾ തോറ്റു കൊടുക്കലാണ്. ആ തോറ്റു കൊടുക്കൽ ഒരു വിജയത്തിന്റെ പോലെ തന്നെ ഒരു സുഖമുണ്ട്. മനസ്സിലായി. അപ്പൊ എന്ന് പറഞ്ഞ് ഞാൻ തോറ്റവൻ എന്നല്ല അർത്ഥം ഞാൻ പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായിക്കണ്. കാര്യങ്ങൾ കൈവിട്ട് പോയിന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവിടെ വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല മക്കളെ. നമ്മൾ വിട്ടുകൊടുക്കാൻ അങ്ങോട്ട്. അവര് പറന്ന് നടക്കേ തേന്നുകരെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അവരവരെ വൈക്കി വിടുക. പിന്നെ നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും കൂടിയാണ് ബാധിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടും അവിടെ ബെസ്റ്റ് ഡിസിഷൻ തന്നെയാണ് ഫിറോസ്ക്ക് എടുത്തിട്ടുള്ളത്. അതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അപ്പം ഇക്കനെ ഇപ്പൊ പറഞ്ഞു, അതായത് മാരേജിന് ശേഷം, അത് സജന ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്, മാരേജിന് ശേഷമാണ് ഞാൻ കുറെ കൂടെ സജീവമായത്. ഇക്കേന്റെ ഫീൽഡിലൂടെ ഞാനും ഇറങ്ങി, ഞാനും അങ്ങനെ തന്നെ വന്നു. ഇറങ്ങിയത് തന്നെ അപ്പോഴാണ്. അപ്പം ഇക്കൊപ്പം തന്നെ വളർന്നു വന്ന ഒരാൾ. അപ്പൊ ഇക്ക അത്രയും സ്പേസ് കൊടുത്തതാണ്. എന്നിട്ട് കൂടി ഇക്ക കുറച്ച് മുമ്പ് പറഞ്ഞു ആളൊരു ബട്ടർഫ്ലൈ ആണ്, പറക്കാൻ നോക്കുന്നത്. അപ്പം എങ്ങനെയാണ് അതിന്റെ ഒരു എങ്ങനെയാണെന്ന് ഇപ്പോഴും ആങ്കർ കുട്ടിക്ക് മനസ്സിലായില്ലേ? അല്ല, അന്നും എനിക്കിത് മനസ്സിലായില്ലേ കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലായത്. അത് വേറെ കാര്യം. എന്തായാലും എന്റെ വീഡിയോ കാണുന്നവർക്കും ഇപ്പൊ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഫിറോസ്ക, നിങ്ങൾ ഒരു ലെജൻഡ് തന്നെ കേട്ടോ. ഇത്തരം കാര്യങ്ങൾക്ക് തട്ടിലും മുട്ടിലുണ്ട് പറഞ്ഞു വെക്കാനുള്ള നിങ്ങളുടെ കഴിവ് അപാരം തന്നെ കേട്ടോ. എന്തായാലും ബാക്കി കൂടെ ഉണ്ടോക്കാം. അല്ലെങ്കിൽ എങ്ങോട്ടാണ് പറക്കാൻ നോക്കുന്നത്? എങ്ങോട്ട്? റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന പരുന്തിന്റെ അടുത്തേക്ക്. ഇതിലൊക്കെ ഇപ്പൊ എന്താണ് ചോദിക്കാനുള്ളത്? ബാക്കി ഉണ്ടോക്കെ എന്തായാലും. ഞാൻ പറയുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൊടുത്ത സ്പേസ് ഇല്ലേ, ആ സ്പേസ് ആയിരിക്കില്ലല്ലോ. ഇപ്പം ഓരോരുത്തർക്കും ഓരോ വിഷൻ അല്ലേ. ഇപ്പം സ്നേഹയുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എന്റെ അതേ കലയിൽ ഇങ്ങനെയാണോ എന്ന് ആയിരിക്കത്തില്ലല്ലോ, വേറെ എന്തെങ്കിലും ആഗ്രഹമായിരിക്കും. നമ്മുടെ സ്പേസിലുപരി ഒരു, അതായത് ആഗ്രഹങ്ങൾക്കെന്ന് പറയുന്നത് ഈ കയ്യും കാലും ഇല്ലെന്ന് പറയും. മനസ്സിലായി. അത് വേറെ ഒരു ലോകമാണ്. മനസ്സിലായി. അപ്പോ ഇതല്ല ഈ ഒരു ബിഗ് ബോസോ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു പരിപാടികൾ മാത്രമായിരിക്കില്ല. അവരുടെ കളർഫുൾ ലോകം എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായി പറക്കുക എന്നുള്ളതായിരിക്കും. മനസ്സിലായി. അപ്പൊ അത് ഇതിക്ക് മേലെയുള്ള തലങ്ങളിലേക്ക് ഉള്ള സംഭവമാണ്. അത് നമുക്ക് ഇപ്പൊ ഞാൻ കൊടുത്തത് അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് വലിയ സ്പേസ് ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. മനസ്സിലായി. എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ സ്പേസ് ഒന്നാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അദ്ദേഹത്തിന് പക്ഷെ അത് ചെറിയ സ്പേസ് ആയിരിക്കും ആ കൊടുത്തതൊക്കെ. നമ്മൾ വേറെ ഒരാളായിട്ട് കമ്പയർ ചെയ്യണ്ട. അപ്പൊ ചോദിക്കുക ഇവിടുത്തെ മലയാളികൾക്ക് ഇത്രയും പോലും സ്പേസ് കിട്ടാതില്ല, അതൊക്കെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ ഇതല്ലേ. ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് എനിക്ക് എത്ര സ്പേസ് എടുക്കണം എന്നുള്ളത്. എന്നാലും ഇത് വല്ലാത്തൊരു സ്പേസ് എടുക്കലായി പോയി. ഇങ്ങനെ ഉണ്ട് ഒരു സ്പേസ് എടുക്കല്. സ്പേസ് എടുക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ല. ഇതൊരു ബാക്കി കേട്ടോ വെക്കാം. മനസ്സിലായി. അപ്പൊ അതാണ് അതിന്റെ. പക്ഷെ ഇത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട്, അല്ലെങ്കിൽ അത് ഒരാളുടെ സ്പേസ് ആണ്. ഇപ്പൊ ഇക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ പോലും നിങ്ങൾ രണ്ട് വ്യക്തികളാണ്. അപ്പൊ ആ രണ്ട് വ്യക്തികൾക്കും രണ്ടുപേർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു സ്പേസ്, പക്ഷെ രണ്ടായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് പറ്റിയില്ലല്ലോ ഒരു പോയിന്റ് വന്നപ്പോ? മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ടല്ലേ ഞങ്ങളിപ്പോ അതെ, ഇതിനും മികച്ച രീതിയിൽ ഇനി എന്ത് മനസ്സിലാക്കാനാണ്? എന്തായാലും നല്ല കൃത്യസമയത്താണ് ഫിറോസ്കക്ക് മനസ്സിലായത്. മനസ്സിലാക്കാൻ കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ. എന്തായാലും മനസ്സിലാക്കിയ ടൈമിംഗ് കൊള്ളാം. ബാക്കി പറഞ്ഞാട്ടോ. എന്തായാലും എന്നുവെച്ചാൽ ഒന്നിച്ചു പൊക്കൂടായിരുന്നു. കാരണം അതൊന്നും ഒന്നിച്ചു പോകാൻ പറ്റൂല മോളെ. ഇത്തരം സന്ദർഭങ്ങളിലൊന്നും ഒരിക്കലും ഒന്നിച്ചു പോകാൻ പറ്റൂല. അതങ്ങനെയാണ് കാര്യങ്ങൾ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും. അതല്ലേ പിന്നെ സ്നേഹത്തെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം അതല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്രത്തോളം പറക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ഒരു കുറവ് കൂടാണ് പറയുന്നത്. ഇതിപ്പോ ഞാൻ വന്നിട്ട് ഇപ്പം വേറൊരാളുടെ കുറവല്ല പറയുന്നത്, ഞാൻ എന്റെ കുറവ് കൂടെ. എനിക്ക് അത്രത്തോളം അദ്ദേഹത്തിന് പറന്നു പോകാൻ അനുവദിക്കാനുള്ള സ്പേസ്
അത് എനിക്ക് പറ്റില്ലായിരിക്കാം. അത്രത്തോളം സ്പേസ് കൊടുക്കാനുള്ള ഒരു ഇത് എന്റെ ഇല്ലായിരിക്കാം. അതിപ്പോ താങ്കൾക്ക് മാത്രമല്ല ഫിറോസ് ഖാൻ, ഇത് ഞങ്ങൾക്കുമില്ല. ഒരു പരിധിക്കപ്പുറം പറന്നു പോകുന്നെന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ, കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നെന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ, പിന്നെ നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കരുത്. അവരവരുടെ വൈക്കങ്ങൾ പറത്തി വിട്ടേക്കണം. അല്ലാതെ പിന്നെയും അവർ പിടിച്ചു നിർത്തുന്നത് ആന മണ്ടത്തരാണ്. അത് നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യങ്ങൾ കയ്യിൽ നിൽക്കുന്നില്ലേ, പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ വാശി പിടിക്കുന്നത്? അങ്ങോട്ട് പറത്തി വിട്ടേക്കണം. എന്തായാലും ബാക്കി ഇട്ടോക്കാം. അതുകൊണ്ടാണല്ലോ മനസ്സിലായോ? അതെ, മനസ്സിലായിട്ടുണ്ട്, നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായത് ഫിറോസ് ഖാൻ. എന്നാലും സമ്മതിച്ചെന്ന് കേട്ടോ നിങ്ങള്. ഇലക്കും ഉള്ളിലും കേടില്ലാതെ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് വെച്ചല്ലോ. നിങ്ങളൊരു സിംഗമാണ്, സിംഗം. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കിടപ്പ് വശം എന്ന് പറയുന്നത്. ഇനി കാര്യങ്ങൾ എന്ത് തന്നെയായാലും എന്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇനി ഇത് കണ്ട് നിങ്ങൾ പറഞ്ഞ സജിനെ തെറി വിളിക്കാനോ റസൂൽ പൂക്കുട്ടിയെ തെറി വിളിക്കാനൊന്നും പോകാൻ നിൽക്കരുത്. ഇതൊക്കെ ജസ്റ്റ് ഒരു കോമഡി ഫൺ എന്റർടൈൻമെന്റ് ആയിട്ട് എടുത്താൽ മതി. ഇതൊക്കെ ഈ മേഖലയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫുൾ അവിഹിതമാണെന്ന് ആർക്കാണ് അറിയാത്തത്? നമ്മൾ തന്നെ എത്ര കേസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അതിലൊന്നും വലിയ കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുക, കുറച്ച് കോമഡി പറയുക, ചിരിക്കുക, ഇത് വിടുക, അടുത്ത കണ്ടന്റ് നോക്കി പോവാ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന് പിന്നാലെ പോയി ആരാണ് റൈറ്റ് ആരാണ് റോങ് എന്നൊന്നും ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചുമ്മാ ഒരു കോമഡി കണ്ടന്റ്, അത്രേ ഉള്ളൂ. എന്നാലും കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.